വർഷങ്ങളോളം സിനിമയുടെ തിരശീലയിലും തിരശീലയ്ക്ക് പിന്നിലും പ്രവർത്തിച്ച ദുബൈയിലെ പ്രവാസിയാണ് ഫൈസൽ റാസി. ഫൈസൽ റാസി സംവിധായകനാവുകയാണ്. അദ്ദേഹത്തിന്റെ ഇന്ദുലേഖ എന്ന ആദ്യ ചിത്രം ദുബൈയിൽ ചിത്രീകരണം പുരോഗമിക്കുകയാണ്. ആ സിനിമയുടെ ഇന്ദുലേഖ നമ്മൾ പണ്ട് 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു പുസ്തകമാണ് ചന്തുമേനോൻ എഴുതിയ ഇന്ദുലേഖ. എല്ലാവർക്കും നമ്മുടെ ഇന്ദുലേഖ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിൽ പോകുന്നത് ആ ഒരു നൊസ്റ്റാൾജിക് കാലഘട്ടമാണ്. ഈ സിനിമയിലും അതുപോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രണയം. ഇന്ദു ലേഖ 2 ക്യാരക്ടറാണ്. അതിൽ ലേഖ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. സാറാണ് ഫൈസൽ റാസി സാറാണ് സാറിന്റെ വൈഫായിട്ടുള്ള ക്യാരക്ടർ. ഫൈസൽ സാറാണ്. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം എക്സ്പീരിയൻസ് എന്ന് പറയാനൊന്നുമില്ല. സോ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ സാറിനോട് ഓൾറെഡി പറഞ്ഞു, സാർ ഞാൻ നല്ല ടെൻസ്ഡ് ആണ് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കിന്ന് ക്രൂ ആണെങ്കിലും സാറാണെങ്കിലും നല്ല സപ്പോർട്ടാണ്. സോ കൂളായിരുന്നു, കുഴപ്പമില്ലാണ്ട് പോയി. അപ്പൊ അവരുടെ വിഷനിലൂടെയാണ്, അവരുടെ വ്യൂ പോയിന്റിലൂടെയാണ് ഈ സിനിമ പോകുന്നത്. പ്രത്യേകിച്ച് ഒരു നായിക പ്രാധാന്യമുള്ള സിനിമയാണ്. ഒരു നായകനേക്കാളും പ്രാധാന്യം നായികമാർക്കാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ ആനാപടക്കര സ്റ്റുഡൻ്റാണ്. അങ്ങനെ യക്ഷി എന്ന സിനിമയിൽ നായകനായിട്ട് വരുന്നത് 23 സിനിമകൾ ചെറുതും വലുതുമായിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആ ഒരു ക്യാരക്ടറിന്റെ ആ ഇമോഷൻസും ഫീലിങ്സും എനിക്കറിയാം. എൻ്റെ പേര് അയൂബ് ഖാൻ എന്നാണ്. ഞാൻ മലയാള സിനിമയിൽ ഒരു ഫിലിം എഡിറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. ഏകദേശം ഒരു 25ഓളം സിനിമകൾ ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ദൃശ്യമായിരുന്നു ഇൻഡിപെൻഡന്റ് ആയിട്ട് ആദ്യം ചെയ്ത സിനിമ. ഇപ്പം തെലുങ്ക് കന്നഡ സിനിമകൾ ചെയ്തുകൊണ്ട് ആക്ച്വലി ഞാൻ ആക്സിഡന്റലിയാണ് ഈ ഇന്ദുലേഖയിൽ എത്തിപ്പെടുന്നത്. ഞാനും ഫൈസലിക്കായി എന്നോട് ഇങ്ങനെ ഒരു സിനിമയുണ്ട്, ഒന്ന് കേൾക്കാൻ പറ്റും, കഥയൊന്ന് കേൾക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ കഥ കേട്ടു. കഥ കേട്ടതിന് ശേഷം ഇത് ചെയ്തു തരാമോ എന്ന് ചോദിച്ചു. ഓക്കെ ഇടൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ സിനിമയിലേക്ക്. സിനിമാട്ടോഗ്രാഫി നൗഷു ഷമീർ, നൗഷു ബൂമാസാണ്. നൗഷു ബൂമാസ് ഒരുപാട് സിനിമകളെ പിറകിൽ നിന്നിട്ട് സ്വതന്ത്രമായിട്ട് ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്താണ്. അതേപോലെ തന്നെ പട്ടണം റഷീദിൻ്റെ ഫസ്റ്റ് അസിസ്റ്റൻ്റാണ് ഇതിൻ്റെ മേക്കപ്പ് ചെയ്യുന്നത്. നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുള്ള ഒരുപാട് ടെക്നീഷ്യൻസാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഇതിനകത്ത് ഒരു പ്രതിഫലത്തേക്കാൾ കൂടുതൽ എന്നോടുള്ള ഒരു ഇഷ്ടം, ഞാനൊരു സിനിമ ചെയ്ത് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഒട്ടുമിക്ക ടെക്നീഷ്യൻസും. സിനിമ എന്ന് പറയുന്നത് നമ്മൾ കത്തി പോലെയാണ്. നമുക്ക് നല്ല രീതിയിലൊരു സലാഡ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. ആ കത്തി കൊണ്ട് തന്നെ നമുക്ക് ഒരാളെ കൊല്ലാനും കഴിയും. അപ്പൊ എവിടെയാണോ നമ്മളിത് പ്ലേസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പൊ ഈ സിനിമക്കകത്ത് നല്ലൊരു സിനിമ, എല്ലാവർക്കും കുടുംബമായിരുന്ന് കാണാൻ കഴിയുന്ന ഒരു നല്ല സിനിമ.